പ്രത്യേകിച്ച് രാവിലകളിൽ വിശുദ്ധ ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറയുന്നു. വിശുദ്ധ ഖുർആനിന്റെ പാരായണം, വിശിഷ്യ സൂറത്തുൽ ബഖറയുടെ പാരായണം അതുണ്ടായാൽ യഫിറു ശൈത്താൻ, ശൈത്താൻ വിരണ്ടോടും. നമ്മളെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്നത് ആരാ? നമ്മൾ കൊണ്ട് ചീത്ത ചിന്തകൾ ഉണ്ടാക്കുന്നത് ആരാ? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, പിശാച് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്നു. ഹൃദയം ശരീരത്തിന്റെ ഉള്ളിലാണ്. ശരീരത്തിന്റെ ഉള്ളിലുള്ള ആ ഹൃദയത്തിലേക്ക് ഇബ്ലീസ് പ്രവേശിച്ച് ചീത്ത ചിന്തകൾ ഉണ്ടാക്കും, വസ്വാസുകൾ ഉണ്ടാക്കും. ആ പിശാചിൽ നിന്ന് രക്ഷ തേടാൻ പിശാചിന് സഹിക്കാൻ കഴിയില്ല. ഖുർആൻ ആയത്തുകൾ അവന് സഹിക്കില്ല. അപ്പോൾ നമ്മുടെ വീടുകളിൽ സഹോദരങ്ങളെ, ഇന്ന് ജുമുഅക്ക് പങ്കെടുക്കുന്ന നമ്മുടെ വീടുകളിൽ, എന്റെയും നിങ്ങളുടെയും വീട്ടില് സുബഹിന്റെ സമയത്ത് ഖുർആൻ ഓതാൻ ആളെ വാടകയ്ക്ക് വിളിക്കാൻ പറ്റില്ല. ഞാനും നിങ്ങൾ ഓതണം. ആ നിർത്തിവെച്ച ഖുർആൻ ഉണ്ടല്ലോ, പലപ്പോഴും റമദാൻ മാസത്തിൽ ആ ഖുർആൻ ഓതിയത് പിന്നെ സമയം കിട്ടിയില്ല. എവിടെ പോയി സമയം? ആര് പറഞ്ഞു സമയമില്ലെന്ന്? ഖുർആൻ എടുക്കണം, ഓതണം. അത് കണ്ടിട്ടാണ് വളർന്നു വരുന്ന 2 വയസ്സും 5 വയസ്സും പ്രായമായ കുട്ടികള് രാവിലെ ഖുർആൻ ഓതണമെന്ന സന്ദേശം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ മാതൃകയാകണം. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ പാരായണമില്ലാത്ത ഒരു ദിവസം പോലും സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കണം.